ഹോട്ടലിലൊക്കെ കിട്ടുന്ന വെള്ള ചട്നീൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ സാധാരണ നമ്മൾ മസാല ദോശയ്ക്കും അതുപോലെ ഇഡ്ഡലിക്കും ഒക്കെ ഹോട്ടലുകളിൽ സാധാരണ ഒരു തേങ്ങ ചട്നി കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, അത് നമുക്ക് എത്രത്തോളം കഴിച്ചാലും മതിയാവില്ല. അതുപോലെ തന്നെ നമ്മളിതിൽ തേങ്ങ ചേർക്കാണ്ടാണ് ഈ ഒരു വെള്ള ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എല്ലാ സ്ഥലങ്ങളിലും തേങ്ങ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്കൊന്ന് പോകാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ വെള്ള ചട്നി തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എള്ളെണ്ണ നമ്മൾ ചട്നിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങോട്ട് അതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെളിച്ചെണ്ണ എടുത്താലും മതി. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, അതുപോലെ തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ തക്കാളി ഇതിൽ ചേർക്കാറില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം പുളി ആയാലും മതി. അപ്പോൾ ഞാൻ പുളിക്ക് പകരമാണ് തക്കാളി ചേർത്തത്. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പുളിയോ എരിവോ ഒക്കെ ഒരുപാടങ്ങ് മുന്നിട്ട് നിൽക്കില്ല. എല്ലാം ചെറിയ അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതിലിപ്പോൾ തക്കാളി ചേർക്കുന്നത് കൊണ്ട് ആ ഒരു വെള്ള കളർ കിട്ടില്ല, ലൈറ്റ് ഒരു പിങ്ക് കളറാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ള കളർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പുളി ചേർത്താൽ മതി. ഒരു ചെറിയ കഷ്ണം പുളി മാത്രമേ ചേർക്കണ്ടൂ. ഒരുപാട് പുളി ഇതിൽ മുന്നിട്ട് നിന്നാൽ ഞാൻ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയ്ക്ക് പകരം ചേർക്കുന്നത് ഒരു 1/4 കപ്പ് പൊട്ടുകടലയാണ്. അപ്പോൾ ഇത് പൊട്ടുകടല വറുത്ത കടലയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് ചെറിയ, അതായത് അതിൻ്റെ പകുതി അളവിൽ നമ്മൾ നിലക്കടലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിലക്കടല എൻ്റെ അടുത്ത് തൊലി കളഞ്ഞതാണെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് ചേർത്തത്. അപ്പോൾ തൊലി കളയാത്തതാണെങ്കിൽ അതൊന്ന് വറുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് വഴന്ന് അടിയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മതി. അപ്പോൾ ഇത്രയും മതിയാകും. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാകും. ഇനി അത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇതിൽ അധികം അങ്ങനെ ചേർക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അറിയാമായിരിക്കുമല്ലോ, നമ്മൾ എരിവ് അധികം ഉണ്ടാവില്ല ഈ ഒരു വെള്ളച്ചട്നിക്ക്. അപ്പോൾ ഇതെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കരുത്, അപ്പോൾ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തിരി വെള്ളം മാത്രം ചേർത്തിട്ട് ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളിത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. അപ്പോൾ സാധാരണ വെള്ളച്ചട്നിയൊന്നും നമ്മളങ്ങനെ അധികം പേസ്റ്റ് പോലെ അരച്ചെടുക്കില്ല. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ഇത്തിരി ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചട്നി കഴിക്കുമ്പോൾ അറിയാമല്ലോ, ഓരോ ഹോട്ടലിലും പലതരത്തിലുള്ള ചട്നി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ നല്ല ലൂസായിട്ടുള്ള ചട്നി ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ കുറച്ച് നല്ല തിക്കായിട്ടുള്ള ചട്നി ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, വെള്ളം ഒഴിക്കുന്നത് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇനിയൊരു ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കഷ്ണം തക്കാളി ചേർത്തുകൊണ്ട് തന്നെ ചെറിയൊരു പിങ്ക് കളറാണ് എൻ്റെ ചട്നിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പുളി എടുത്താൽ മതി, എന്നാൽ അവർ നല്ല വെള്ള കളർ തന്നെ കിട്ടും. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചട്നിയാണ്. നമ്മൾ പീനട്ടും അതുപോലെ തന്നെ നമ്മൾ പൊട്ടുകടലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ. അതുപോലെ ഇതിൽ ലാസ്റ്റ് നമ്മൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ ഒരു ചെറിയ ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടിയും വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല രുചികരമായിട്ടുള്ള നമ്മളെ വെള്ളച്ചട്നി റെഡിയായി. അപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ദോശയോ ഇഡ്ഡലിയോ ഒക്കെ കഴിച്ചത് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് അളവിലങ്ങ് കഴിച്ചു പോകും. അപ്പോൾ അത്രയും രുചിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ആ ഒരു പീനട്ടിൻ്റെയും പൊട്ടുകടലിൻ്റെയൊക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.